നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ പി വിജയൻ. താങ്ക് യു. കേരളത്തിലെ 1.5 ലക്ഷത്തോളം ശിക്ഷ സമ്പത്തുള്ള മൈൻഡ് ട്രെയിനർ, മനുഷ്യ മനസ്സുകളെ തൻ്റെ ഉള്ളംകൈയിൽ വെച്ച് അതിന് പരിശീലനം നൽകുക, അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റുക, ഒരു പരിശീലനത്തിലൂടെ. അതാണ് ഡോക്ടർ പി വിജയൻ്റെ ഒരു വ്യക്തിമുദ്ര, കൈമുദ്ര. അദ്ദേഹം കടന്നു ചെല്ലാത്ത മേഖലകളില്ല. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് രംഗത്തെ പ്രാഗൽഭ്യം ആ പരിശീലന മേഖലകളിലേക്ക് കൂടി പടർന്നപ്പോൾ മറ്റൊരു ശിക്ഷ സമ്പത്തിനെ സമ്പാദിക്കുക മാത്രമല്ല, ഒരുപാട് മനുഷ്യർക്ക് പുതുജീവിതം കാട്ടിക്കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവത പലതരം അസ്വസ്ഥതകളിലൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരുപാട് ക്രിമിനൽ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നു. ആത്മഹത്യകളെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ പെരുകുന്നു. പരസ്പരം ആളുകൾ കുത്തിമരിക്കുന്നു. വിഷം ചേർത്ത കഷായം കൊടുത്ത് കാമുകനെ കൊന്ന കാമുകിയുടെ കഥകൾ പടരുന്നു. എന്താണ് കേരളത്തിൽ ഇത്തരം അസ്വസ്ഥതകൾക്ക് കാരണം? അങ്ങ് ഒരുപാട് ബിസിനസ് വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത ആളാണല്ലോ. എന്തുകൊണ്ടാണ് ബിസിനസ് ലോകത്തേക്ക് കടന്നു വരാൻ കേരളത്തിലെ യുവാക്കൾ ഭയപ്പെടുന്നത്? ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിൽ നിന്ന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അങ്ങേക്ക് വ്യക്തമായി അറിയാം. ബിസിനസ്സിൽ വരുന്ന വെല്ലുവിളികൾ, ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വാണിജ്യ സ്ഥാപനം തുടങ്ങാൻ എന്തൊക്കെയാണ് ഒരു വ്യക്തി ആർജിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ? അതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒരു ബിസിനസ് തുടങ്ങാനൊരു യുവത എന്തുകൊണ്ട് മടിക്കുന്നു കേരളത്തിൽ? ശരിക്കും പറഞ്ഞാൽ ഈ കേരളം പോലെ ഇത്രയും ഇൻ്റലക്ച്വലായിട്ടും മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതുമായിട്ടുള്ള ഒരു ജനവിഭാഗം ലോകത്തിലൊരിടത്തും ഉണ്ടാവില്ല. ഞാൻ 66 രാജ്യങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ബിസിനസ്സിനെ ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിനെ സ്നേഹിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിയിൽ പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള ആശയവും ചെയ്യുന്നതുമായിട്ട് രണ്ടായി പോവുക. അതായത് പുക വലിക്കരുതെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. ഉള്ളിൽ പുക വലിക്കുന്ന ആരോഗ്യത്തിന് കേടാണ്, പക്ഷേ എന്നാലും പുക വലിക്കാൻ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ എന്നതുപോലെ ഇല്ലെങ്കിൽ മദ്യപിക്കരുതെന്നൊരു തോന്നലുണ്ട്, പക്ഷേ മദ്യപിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേരാത്ത ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ അവർ അടിച്ചമർത്തപ്പെട്ട് ഇല്ലെങ്കിൽ വരേണ്യവർഗം അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം സമ്പത്തുണ്ടായ ഒരു കാലഘട്ടത്തിൽ ഈ പണമുള്ളവരോട് തലമുറകളായിട്ടൊരു ദേഷ്യവും പകയും ഉള്ളിലുണ്ട്. ഒരു അസൂയല്ല, ഒരു പക. അസൂയയുടെ അല്ല, അസൂയ ഇപ്പോഴൊക്കെ ഉള്ളതാണ്. പണ്ടത്തെ പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല, അപ്പം അടിമകളെ പോലെയാണ്. അപ്പോൾ അവരോടൊരു വല്ലാത്തൊരു സ്പർദ്ധയും ദേഷ്യമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നിന്ന് നൂറ്റാണ്ടുകൾ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഇവിടെ വന്ന ഐഡിയോളജിയും പിന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ പണക്കാരാണ് സകല പ്രശ്നത്തിൻ്റെയും കാരണക്കാർ എന്നുള്ള ഒരു മീഡിയ, TV, നോവലുകൾ, ഇതിനകത്തോടെല്ലാം പണക്കാർ വില്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ യങ് മൈൻഡുകളിലൊക്കെ ഏറ്റവും മോശം ആരാണ്? പണം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഈ ഉള്ളിൽ അവർക്കറിയത്തില്ല, സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ് ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പണം അങ്ങനെ വേണ്ട, പണത്തെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്. അതോടൊപ്പം ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പണം അത്യാവശ്യമാണ് താനും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഫുൾ മൈൻഡഡ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗുജറാത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും പേരൻറ്റും ഗ്രാൻഡ് ഫാദറും എല്ലാം പറഞ്ഞ് ബിസിനസ് ചെയ്യണം, പണം ഉണ്ടാക്കണം, ചാരിറ്റി ചെയ്യണം, ഇതവർ പറയുന്നത്. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കണമെന്നുള്ളതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ഈ രണ്ട് കാര്യം ഒരേ സമയത്ത് നടക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പങ്ക് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ട്. അതിൽ മാറ്റം വരുന്ന ആർക്കെന്ന് ചോദിച്ചാൽ ഈ മറ്റ് രാജ്യങ്ങൾ പോയി കണ്ടിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവിടെ ഈ പണത്തെ അവിടെ പുച്ഛിക്കുന്നില്ല, പണക്കാരനെ പുച്ഛിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്കാണ് എപ്പോഴും പണം ഉണ്ടാക്കാനായിട്ടൊരു സാധ്യത. കാരണം ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. പണത്തെ ദേഷ്യമില്ല, പണത്തോട് പകയില്ല, പണക്കാരനോടും ആ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പണം ഉണ്ടാക്കും. അല്ല, ഇവിടെ യുവത സാധാരണ ഭയപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്നൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാണിജ്യ സ്ഥാപനം തുടങ്ങണമെങ്കിൽ, ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ കയ്യിൽ പണം വേണമല്ലോ. കയ്യിൽ പണം മിക്കവരുടെയും ഇല്ല. മറ്റൊന്ന്, ഇവിടുത്തെ തൊഴിൽ സാഹചര്യ സമ്മർദ്ദങ്ങൾ, ഇതിലൊക്കെ പെട്ട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ, ഇതിടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ, പലതരം ഭയം അവരെ വേട്ടയാടുന്നു.
ഇത് മാത്രമല്ല, വീട്ടിൽ പോലും ചിലപ്പോൾ കുടുംബത്തിലെ മാതാപിതാക്കൾ അവരെ നിരുത്സാഹപ്പെടുത്തും. ചുറ്റുമുള്ളവർ ബിസിനസ്സിനൊന്നും പോയി പണം കളയരുതേ എന്നവരെ ഉപദേശിക്കും. അത്തരമൊരു പ്രശ്നം കൂടി ഇല്ലേ? ആക്ച്വലി ഈ കേരളത്തിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇതാണ്. നമ്മളെവിടെ നിന്നെങ്കിലും ഇപ്പോൾ പലപ്പോഴും പറയാറില്ല, കെട്ടുതാലി വരെ കൊണ്ടിട്ട് പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയത് എന്ന് പറയാറുണ്ടല്ലോ. ആക്ച്വലി ഈ ബിസിനസ്സിനകത്ത് ഈ സംരംഭകൻ്റെ കയ്യിൽ നിന്ന് കാശിറക്കേണ്ട ഒരാവശ്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഐഡിയയാണ്, അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫണ്ട് വരും, റിസോഴ്സസ് വരും, സ്റ്റാഫ് വരും, സപ്പോർട്ട് വരും, മാർക്കറ്റ്, ഇതിനെല്ലാവരും കൂടെ സമ്മേളിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇയാളൊരു നല്ല കോർഡിനേറ്റർ, ഇയാൾ പൈസ ഇറക്കുകയല്ല. സാധാരണ രീതിയിൽ ഇപ്പോൾ കമ്പനി ഉണ്ടാക്കുമ്പോഴത്തേക്കും പറയുന്നത് പ്രീ സീഡ് എന്ന് പറയും. പ്രീ സീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ വലിയ കമ്പനികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ $50,000 അവർക്ക് പ്രീ സീഡ് എവിടുന്നെങ്കിലുമൊക്കെ അവർ സഹകരിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് സീഡ് ഫണ്ടിങ്, ചിലപ്പോൾ 1-2 മില്യൺ ആയിരിക്കും ഈ സീഡ് ഫണ്ടിങ് വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ഫണ്ട് എടുക്കുമ്പോഴത്തേക്ക് അവർ 40 മില്യൺ 120 മില്യണാണ് അവർ ഫണ്ട് എടുക്കുന്നത്. ആക്ച്വലി ഇത് നടത്തുന്ന ആൾക്കാരുടെ, ഇപ്പോൾ ഗൂഗിളിൻ്റെ എടുക്കാം. അപ്പോൾ ഗൂഗിളിൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടില്ല, ഇലോൺ മസ്കിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അല്ല. ശക്തമായ ആശയം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കേണ്ട ആൾക്കാർ, ഒരുപാട് ഫോറംസ് ഉണ്ട് സംസാരിക്കാവുന്നത്. അവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാക്കേണ്ട ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഫണ്ട് ഓഫർ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് പഠിച്ചു വെച്ചേക്കുന്നത് എന്തുവാണ്? പണയപ്പെടുത്തി ഇല്ല ബാങ്ക് ലോൺ എടുക്കണം. ബാങ്ക് ലോൺ എടുക്കുന്ന ഡേഞ്ചറാണ്. ബാങ്ക് ലോൺ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിന് മാത്രം, കുറച്ച് മാത്രമേ ബാങ്ക് ലോൺ ഉപയോഗിക്കാവൂ. എൻ്റെ ഒരു ബിസിനസ് ഒരിക്കലും ബാങ്ക് ലോണിൽ കൂടെ നടത്താനായിട്ട് പാടില്ല. പക്ഷേ സാധാരണ ഒരാൾ ഒരു ആശയവുമായി വന്നാൽ ഈ ഇൻവെസ്റ്റേഴ്സ് അതൊക്കെ വിശ്വസിക്കുമോ? ഫണ്ട് അവർ ആ വാക്കുകളുടെ പേരിൽ ഫണ്ട് മുടക്കുമോ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് കലാവിരുദ്ധ എല്ലാം അറിയാം, നല്ല ഫണ്ടാസ്റ്റിക്കായിട്ട് ചെയ്ത പരിചയമുണ്ട്. അപ്പോൾ 2 ഏക്കർ സ്ഥലമുണ്ട്, അതോ അതിൻ്റെ ഉടമസ്ഥന് അത് വിൽക്കാൻ അറിയത്തില്ല, ഭാഗം വെക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോഴായിരിക്കും ഈ പണിയെല്ലാം അറിയാവുന്ന ആൾ ഇതെല്ലാം വരച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി തന്നെ പലരോട് പറഞ്ഞു കഴിയുമ്പോൾ 8-10 പേര് കയറി സബ്സ്ക്രൈബ് ചെയ്യും, ലാഭം കിട്ടണം. അവിടെ ഫണ്ട് വരുവാണ്, മറ്റൊരാളുടെ കയ്യിൽ നമുക്ക് ഫണ്ട് അവിടേക്ക് വരുവാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസ്സിനുള്ള ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കേരളത്തിലുള്ളവരുടെ മുഴുവൻ മനസ്സിൽ പ്രൊപ്പറേറ്ററി ബിസിനസ്സാണ്. പ്രൊപ്പറേറ്ററി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഒരു ബിസിനസ് ഇല്ല. ഈ പാർട്ട്ണർഷിപ്പും അല്ല വലുത്. എല്ലാ സ്ഥലത്തെന്ന് പറഞ്ഞാൽ കൊച്ചു കമ്പനിയാണെങ്കിലും കമ്പനി, ആ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ അതിനകത്തോട്ട് എടുക്കാനും നിക്ഷേപങ്ങൾ എടുക്കാനും വരുന്നവർക്ക് കൊടുക്കാനും എല്ലാ വിധത്തിലും അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പോൾ കമ്പനിയായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ഐഡിയ ആണെങ്കിൽ, ഇപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു, ഇറ്റ്സ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ അതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് 10, 12, 15 പേര് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാം. പ്രൊഡക്റ്റ് നല്ലതാണ്, ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് AC ഒക്കെ ചെയ്യണം, വീണ്ടും സ്ഥലം കെട്ടണം, സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഫണ്ട് പെട്ടെന്ന് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ഫണ്ട് കൊണ്ടുവരണം, ഫണ്ടിന് നഷ്ടം വരികയോ. പിന്നെ വേറൊരു കാര്യം ഈ ഞാനിപ്പോൾ ഒത്തിരി പറയാറുണ്ട്, ഫണ്ട് എടുക്കണമെന്ന്. എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഫണ്ട് എടുക്കുകയാണെങ്കിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒറ്റയാനല്ല. ഈ ഫണ്ട് തന്നേക്കുന്നവർക്കൊക്കെ നമ്മളെ വിജയിപ്പിക്കണം എന്നുള്ള അത്യാവശ്യക്കാരാണ്. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അവരുടെ അറിവുകളും കഴിവുകളും എല്ലാം നമുക്ക് തരും. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അവർ, അല്ല, നമുക്ക് ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനുള്ളൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് കഴിവുകൾ തരുന്നത് ബ്രെയിൻ്റെ മിറർ ന്യൂറോൺസിൻ്റെ വർക്കാണ്. അപ്പം മിറർ ന്യൂറോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ സമാനമായ സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് ഇംപ്രൈവ് ചെയ്ത് ന്യൂറോപ്ലാസ്റ്റി സംഭവിച്ച് നമുക്ക് ആ കഴിവ് നമ്മൾ ആർജിച്ചെടുക്കും. ഒരു ധൈര്യമില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ കഥകൾ, കേസ് സ്റ്റഡീസ് പഠിക്കുക. ഒരു 10, 50, 100 കേസ് സ്റ്റഡീസ് പഠിച്ചു കഴിയുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അപ്പം ഇന്ത്യയിൽ തന്നെ എത്ര വൻ സംരംഭങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കേസുകൾ നമ്മൾ പഠിക്കുക. അപ്പോൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സംഭവം വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മളൊരു ജോലിക്ക് പോകുന്ന ആളും ബിസിനസ്സുകാരുമായിട്ട് നമ്മളൊരു വ്യത്യാസം, ഈ ധീരന്മാർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഭയമില്ലാത്തതാണ്. ഒരു ബിസിനസ് പൊളിഞ്ഞാൽ അവർ നിർത്തത്തില്ല. കുറച്ച് നാൾ വീട്ടിൽ പോയിരുന്നതിന് ശേഷം അടുത്ത ബിസിനസ് തുടങ്ങും. അതിൽ പൊളിഞ്ഞാലും നിർത്തത്തില്ല. ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസിൽ 8-9 ബിസിനസ് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെയും തുടങ്ങി കയറി വന്ന് ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ബിസിനസ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന്. അതൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ നിർമ്മാണം, അത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻവോൾവ് അല്ലേ? അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ കേരളത്തിൽ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു മെറി ബോയ് എന്ന് പറഞ്ഞൊരു
പിന്നെ ഇത് വന്നു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വന്നു. അവർ വന്ന് ഐസ്ക്രീം ഉണ്ടാക്കി വളരെ നല്ല ഐസ്ക്രീം. അതിൻ്റെ കൂടെ അവരൊരു കാര്യം ചെയ്തു, ഒരു പുതിയ പ്രോഡക്റ്റ് കൂടെ ഇവിടെ ആഡ് ഓൺ ചെയ്തു, കോക്കനട്ടിൽ നിന്നും, ടെൻഡർ കോക്കനട്ടിൽ നിന്നും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് അവരുടെ ഏറ്റവും തികയുന്നില്ല ഉണ്ടാക്കുന്നത്. എത്ര മൾട്ടി ക്രോർസിലേക്ക് അത് പോയി. അപ്പം തേങ്ങയായിട്ട് വിറ്റാൽ 50 രൂപ കിട്ടും. ഓക്കെ, പാലായിട്ട് വിറ്റാൽ കിട്ടുന്നത്. പക്ഷേ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എന്തുവായി, ഈ 1 കിലോ ഐസ്ക്രീം കൊണ്ട് 800 രൂപ 900 രൂപയ്ക്ക് വിൽക്കാവുന്ന സ്റ്റേജിലേക്ക് അവർ മാറി. അതാണ് ഈ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ പ്രശ്നം, ഈ റബ്ബർ ഷീറ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 150-250 രൂപയെ കിട്ടത്തുള്ളൂ. അതേസമയത്ത് ഈ റബ്ബർ ഷീറ്റിന് നമ്മൾ കെട്ടിടങ്ങളിൽ ലീക്ക് ഒഴിവാക്കാനായിട്ട്, കെട്ടിടങ്ങൾക്ക് ഷെയ്ക്ക് വരാതെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഉപയോഗിക്കുന്ന ഗാൾവനൈസ്ഡ് റബ്ബറായിട്ട് ഉൽപ്പന്നങ്ങളായിട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തുവാണ്, 1 കിലോ റബ്ബറിൽ നിന്ന് നമുക്ക് 1000-600-700 രൂപ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു വിപണന സാധ്യത, അതല്ലേ ഒരു വലിയ പ്രശ്നം പലർക്കും ഉണ്ടാകുന്നത്. ഇതെവിടെ കൊണ്ട് വിൽക്കും? നമ്മൾ ഏതെങ്കിലും തലത്തിൽ കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു ഫാക്ടറി തുടങ്ങാം, പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു വിപണനമാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ പാലിന് പിന്നെ 80-90 രൂപ വരുന്നിരിക്കട്ടെ ഒരു ലിറ്റർ പാലിന്. അപ്പം ആക്ച്വലി നമ്മളതൊരു 20 വർഷത്തേക്ക് പശുവിനെ കറന്ന് പാല് കൊടുത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നെഗറ്റീവ് ഗ്രോത്താണ് അയാളുടെ ആസറ്റ്സിൽ. അതേസമയം ഈ 1 ലിറ്റർ പാലിനെ വാല്യൂ അഡീഷൻ വരുത്തി അതിനെ ഒരു 300 രൂപയ്ക്കോ 400 രൂപയ്ക്കോ, ഈവൻ ചോക്ലേറ്റോ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത് തന്നെ യൂട്യൂബിലെത്തുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് സുഖമായിട്ട്, ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുക, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് യൂട്യൂബിലെടുത്ത് കൊടുത്ത് വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കി എനിക്ക് അടുത്ത ക്ലാസ്സിൽ കൊണ്ട് തന്നു. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും കാഡ്ബറീസ് ഒക്കെ വാങ്ങിക്കുന്ന കഴിക്കും ഫാന്റാസ്റ്റിക്കാണ്. അപ്പോൾ ഈ അറിവ് മുഴുവൻ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാനൊരു. അപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ വലിയ ആഗ്രഹം. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ എന്ത് ചെയ്യാം, മധുരം വളരെ കുറച്ചിട്ട്, പക്ഷേ അവർക്കുള്ള പ്രോട്ടീനും മറ്റുമൊക്കെ ചേർത്തുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഇത് കൊടുത്തുകൂടെ, ചോക്ലേറ്റ് കൊടുത്തുകൂടെ? അതെ അതെ. അപ്പോൾ അത് വാങ്ങാനെന്താ ആൾക്കാർ, ടേസ്റ്റാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നമായിരിക്കുന്നത്? അപ്പം നല്ല സാധനങ്ങൾ കൊടുത്തു കഴിച്ചാൽ തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. അപ്പം നമ്മളിങ്ങനെയുള്ള സാധനം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചില റെസ്റ്റോറൻറ്റിൽ എന്താ തിരക്ക്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലാണ് നമുക്കൊരു സീറ്റ് കിട്ടുന്നത്. അവിടുത്തെ ക്വാളിറ്റി ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് നടത്തുമ്പോൾ ഒരു ഷെഫിനെ വേണം, സർവീസ് ചെയ്യാൻ ആൾ വേണം, ഇവരൊക്കെ കണ്ടുപിടിക്കുക, ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ വലിയ തലവേദനയാണ് പലരെ സംബന്ധിച്ചും. തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ഷെഫിന് ബാക്കിയുള്ളവർക്കും കൂലി കൊടുക്കുന്നതിന് പകരം അവരെ കൂടെ ബിസിനസ് ഒന്ന് ഇൻവോൾവ് ചെയ്ത് നോക്കിക്കേ, അവർക്കൂടെ പ്രോഫിറ്റ് കൊടുക്കുന്ന രീതിയിലൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം 4 പേര് കൂടിയ 4 പേരും പിറ്റേ ദിവസം തൊട്ട് തമ്മിലടിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളൊരു പേഴ്സണാലിറ്റിനെ ഞാൻ ജോലി ചെയ്യുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, ഇത്തരം ചില ആശയക്കുഴപ്പങ്ങളും അവിടെ വരാം. അല്ലല്ല, അത് നമ്മൾ പേഴ്സണാലിറ്റി അലൈൻ ചെയ്യണം, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് പിന്നെ ലൈഫ് സ്കിൽസ് പഠിക്കണം. അപ്പോൾ അതിഷ്ടം പോലെ പഠിക്കാനുണ്ടല്ലോ. എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന, ഒരു കല്യാണത്തിൽ തന്നെ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ. അല്ല, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ വളരെ മെച്ചപ്പെട്ടാണ്. പക്ഷെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഒരാൾക്ക് ഒരു എൻ്റർപ്രണറായി വളരാനുള്ള ഒരു സംവിധാനവും അവർ പഠിപ്പിക്കുന്നില്ല. ഈ എൻ്റർപ്രണർ ആകാനായിട്ടുള്ളതിനെ കഴിഞ്ഞും വളരെ വലുതാണ് ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള ഏത് ഭക്ഷണം കഴിക്കണം. അതെ, ഈ 1ാം ക്ലാസ് മുതൽ 12 വർഷം കുട്ടി പഠിക്കുന്നതിനകത്ത് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കരുതെന്ന് കൊടുക്കുന്ന എത്ര പാഠ്യപദ്ധതിയുണ്ട്. നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എല്ലാവരും കയറി കഴിക്കുക. അതെ, നമുക്ക് അതുപോലും ബേസിക് ലൈഫ് നിലനിർത്താനുള്ള കാര്യം പോലും നമുക്ക് അവിടെ കിട്ടുന്നില്ല. അടുത്ത നമ്മുടെ മൈൻഡിൻ്റെ, ശരീരം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മൈൻഡ്. അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ടോ? ഇല്ല. പിന്നെ ബിസിനസ്സിനെ കുറിച്ചും ഇല്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൊതുവെ എംപ്ലോയീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഒരു പാഠ്യപദ്ധതിക്ക് പുറത്ത് ഓരോ വ്യക്തിയും ഇത്തരം മേഖലകൾ കണ്ടെത്തണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ, സ്വയം എന്തെങ്കിലും ഒരു വ്യാവസായിക രംഗത്തേക്ക് കടക്കാനൊക്കെ ഓരോരുത്തരും സ്വയം പാത വെട്ടി തുറക്കണം, പരിശീലനം സിദ്ധിച്ച്. അല്ല, ഇന്നത്തെ ഈ നവമെത്തേഡിൽ പിന്നെ ജിഗ് ഇക്കോണമി എന്ന് പറഞ്ഞൊരു സംഭവം ലോകത്തിൽ പാരലായിട്ട് നടക്കുന്നുണ്ട്, GIG. അപ്പം ജിഗ് ഇക്കോണമിക്കകത്ത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്കില്ലുണ്ട്, ഒരു സ്കില്ല് എനിക്കുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ലോ നല്ലപോലെ അറിയാം, ഈ സ്കില്ലുണ്ട്. അപ്പോൾ ഞാൻ ജിഗിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല ഫോറംസ് ഉണ്ട്. അപ്പ് വർക്കിനകത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ 2-3 വർക്ക് കിട്ടി, നല്ല സൂപ്പറായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത വീണ്ടും വർക്ക് വരും, വീണ്ടും അടുത്ത വർക്ക് വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത്തോളം വർക്ക് കിട്ടും. പിന്നെ അത് കുറച്ചുകൂടെ കൂടി കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് $100 കിട്ടും, 1 അവറിന് $100 കിട്ടും. ഇതെവിടെയാണ്? നമ്മുടെ മുറിക്കകത്ത് കിട്ടുന്നതാണ്.
അഡ്വർടൈസ്മെൻറ്റിനുള്ള പരസ്യവാചകങ്ങൾ നേരത്തെ മുതൽ എഴുതി കൊടുക്കുന്നവരുണ്ട്. അഡ്വർടൈസ്മെൻറ്റിനുള്ള മൂവി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, തീം ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ WTO നിലവിൽ വന്നതിന് ശേഷം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഈ ലോകത്ത് എവിടെയുള്ള ബ്രസീലിൽ നിന്നോ അർജൻറ്റീനയിൽ നിന്നോ അവിടെയൊക്കെ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് വാങ്ങിക്കാം. അതെ, അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രോഡക്റ്റ് നമുക്ക് അങ്ങോട്ടും കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ കൺസ്യൂമറും ആകാൻ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഈ വിദേശങ്ങളിലൊക്കെ പാഠ്യപദ്ധതിയിൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സ്കീമുണ്ട് സ്കൂളിൽ തന്നെ, ഹൈസ്കൂളിൽ തന്നെ. ഇപ്പം എൻ്റെ മോള് കാനഡയിൽ പഠിക്കുന്നു, അവൾ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ വോളണ്ടിയർ സർവീസ് അവിടെ മസ്റ്റാണ്, സ്കൂൾ കരിക്കുലത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ അവളിപ്പോൾ ഒരു ഫാർമസിയിൽ വോളണ്ടിയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ എന്നെ കണ്ടപ്പോൾ ഭാവിയിൽ ഒരു ഫാർമസി തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചു. ഫാർമസി ജോലി ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഫാർമസി തുടങ്ങണമെന്നല്ലേ പറഞ്ഞത്. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ആ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരു നിശ്ചിത മണിക്കൂർ ക്രെഡിറ്റ് ഉണ്ട്. ക്രെഡിറ്റ് ഉണ്ട്. വോളണ്ടറി ചെയ്യുന്നതിന് അതൊന്നും നമ്മുടെ ഇവിടുത്തെ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എത്ര പേരെ പിടിച്ച ഡ്രൈവിംഗ് റൂൾസ് മുഴുവൻ അറിയാം? സേഫായിട്ട് റോഡിൽ കൂടെ നടക്കാനോ വണ്ടി ഓടിക്കാനോ അറിയാൻ പറ്റും. അപ്പം അതൊന്നും പാഠ്യപദ്ധതിയിലില്ല. അതെ, നമ്മളവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടൊരു ട്രാഫിക്കിൽ ഒരു കുട്ടിക്ക് 2 ആഴ്ച ഓറിയൻറ്റേഷൻ കൊടുത്തത് ആ ലൈഫിൽ വലിയ അനുഭവമല്ലേ? ഹോസ്പിറ്റലിൽ ഹെൽത്ത് മാനേജ് ചെയ്യുന്നത്, എൽഡേഴ്സിനെ നോക്കുന്നതിന്, പ്രായമായവരെ നമ്മൾ നോക്കുന്നത്. കാരണം ഇവരും പ്രായമാകത്തില്ല, ഇന്നത്തെ കുട്ടികൾ ഇവരും പ്രായമാകൂലേ? അതൊക്കെ വിഷയമല്ലേ? അതെ അതെ. അപ്പോൾ അതല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താണ്? മാർക്ക് മാർക്ക് മാർക്ക്, A+. നമ്മളതല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ യുവജനത മാത്രമാണതോ സ്ത്രീകൾ, ഒരു പ്രായമുള്ളവർ, എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഈ ബിസിനസ്സുകൾ പരീക്ഷിക്കാം, അതിനുള്ള സാധ്യതയുണ്ടോ? ആക്ച്വലി ഞാനൊരു 25 വർഷമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് തന്നെ പഠിപ്പിക്കുന്ന ആളാണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇത് ബില്യണിയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആന്ത്രപ്രണേഴ്സിന് ഒരാളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയാൽ 5 വർഷമൊക്കെ എൻ്റെ കൂടെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക, ഒരു ബിസിനസ് 100 crores ആകുന്നവരത്തേക്ക്. അപ്പം അത് സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നതൊക്കെ ഒരു മോശമായ വാക്കായിരുന്നു. പക്ഷേ ഇപ്പം 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ പോലും ഐ വാണ്ട് ടു ബിക്കം എ ബിസിനസ് പേഴ്സൺ അവർ പറയുന്നുണ്ട്. ജോലിയിലിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ IAS പോലുള്ള ജോലിയിലിരിക്കുന്ന ആൾക്കാർ പോലും ചിന്തിക്കുന്നത് അവരുടെ അംബീഷൻ അതെ ഒരുപാട് സ്റ്റേറ്റിൽ ഓഫീസുള്ളൊരു ഒരു ബിസിനസ്സുകാരനാകുക എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന് അയാൾക്ക് ചില പരിമിതികളില്ലേ, ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ തിരിയാൻ പറ്റും? സർവീസ് റൂൾസ് ഞാൻ നിയമത്തിൻ്റെ അകത്തെന്ന് പറയുമ്പം സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, പക്ഷേ നമുക്ക് പ്രൈവറ്റ് ജോലിയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് സർവീസ് റൂള് അനുസരിക്കുന്നില്ല, പ്രശ്നമാണ്. അംഗീകരിക്കുന്നില്ല. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നമാണ്. പക്ഷേ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആസ് എ ലോയർ എനിക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബ്രദർ ഒരു RTO ആണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറാണ്, അല്ലെങ്കിൽ പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം 70,000 80,000 സാലറി കിട്ടുവാണെങ്കിൽ അത് മുഴുവൻ കൺസ്യൂം ചെയ്യുന്നില്ല. അതെ, 10,000-10,000 രൂപയെങ്കിലും ബാക്കി വരും. അത് അവരുടെ സേവിങ് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ 2-3 ലക്ഷം രൂപ കിടക്കും. ഓക്കെ, ഈ പൈസ അവിടെ കിടക്കുകയാണെങ്കിൽ ആ പൈസ എടുത്തിട്ട് അവർക്ക് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഷെയർ വാങ്ങിക്കുന്നതിന് ഇവിടെ നിയമ തടസ്സമൊന്നുമില്ലല്ലോ. അതൊക്കെ റിസ്ക് ആണെന്ന് ചോദിക്കുന്നത്. ഇപ്പം തടസ്സമില്ലല്ലോ, തടസ്സമില്ല. അപ്പം എന്നതുപോലെ തന്നെ ഇപ്പം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റിലയൻസിൻ്റെ ഷെയർ വാങ്ങിക്കുന്നതിന്, ടാറ്റയുടെ ഷെയർ വാങ്ങിക്കുന്നതിന് പ്രശ്നമില്ല. എന്നതുപോലെ തന്നെ നിങ്ങളുടെ ബ്രദർ തുടങ്ങുന്നൊരു കമ്പനിയിൽ, നിങ്ങളുടെ ബ്രദർ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ, ചെറിയ കമ്പനിയിൽ നമുക്ക് അതിനകത്ത് നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ നിയമത്തിന് ഒരു തടസ്സമില്ല. പക്ഷേ മനുഷ്യർ ഇവിടെ പരസ്പരം വിശ്വാസമില്ല. ഈ ബ്രദർ ഈ പൈസ തട്ടിയെടുക്കുമോ അതോ ബ്രദറിൻ്റെ കമ്പനി തലകുത്തി താഴെ? ഞാൻ ഈ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രദറിൻ്റെ കമ്പനിയിൽ 2 ലക്ഷം, അതല്ല അതിൻ്റെ അകത്ത് പ്രസക്തമായ ഭാവം. ബ്രദറിൻ്റെ കമ്പനിയിൽ 2 ലക്ഷം രൂപ സിസ്റ്ററിൻ്റെയോ അങ്കിളിൻ്റെയോ കമ്പനിയിൽ നമ്മൾ 2 ലക്ഷം 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ പേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അത് നമ്മൾ അറിയിച്ചു ഡിപ്പാർട്ട്മെൻറ്റിൽ. എൻ്റെ സേവിങ്സിനകത്ത് വന്ന പൈസ ഞാനിങ്ങനെ അങ്കിളുടെ കമ്പനി അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ മകളുടെ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഐ എം എ ഷെയർ ഹോൾഡർ, ഓൺലി ഷെയർ ഹോൾഡർ, ഐ എം നോട്ട് എ ഡയറക്ടർ, ഷെയർ ഹോൾഡർ. ഡിപ്പാർട്ട്മെൻറ്റിന് വിരോധമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇന്നത്തെ കേരളത്തിലെ നിയമം അനുസരിച്ച് നമ്മുടെ ഈ ബാക്കി വന്ന പൈസ ഒരു ബിസിനസ്സിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, നിയമപരമായിട്ടൊരു പ്രശ്നമില്ല. ഇത് കഴിഞ്ഞാൽ ബിസിനസ് അവിടെ കിടന്ന് വളർന്നു.
നമ്മളൊരു ചെറിയ വിത്ത് വെക്കുന്നുള്ള വലിയ മരം ആയിത്തീരുന്നത്. അപ്പോൾ ഈ 3 ലക്ഷം 2 ലക്ഷം ആയ പൈസ ഒരു 5-8 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തായി? 50 ലക്ഷം 1 കോടി 2 കോടിയായി മാറും. നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിൽ ഉറപ്പായിട്ടും. അപ്പോൾ തന്നെയുമല്ല, നമ്മൾ ഈ ജോലി കഴിഞ്ഞുള്ള സമയം ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ പരിപോഷിപ്പിക്കാമല്ലോ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ അധികാര ദുർവിനിയോഗം ചെയ്ത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ബിസിനസ് ചെയ്യരുത്. ഇപ്പം ഞാനൊരു ജഡ്ജാന്നിരിക്കട്ടെ, അപ്പോൾ എനിക്ക് കിട്ടിയ ശമ്പളത്തിനകത്തുനിന്നൊരു 2-3 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ കിടന്ന പൈസ എടുത്തിട്ട് അത് എൻ്റെ ബ്രദറിൻ്റെ മകൾ തുടങ്ങിയ കമ്പനിക്കകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിയമതടസ്സമൊന്നുമില്ല, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. അതവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കും. പിന്നെ തന്നെയാണ് എനിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കാമല്ലോ, എനിക്ക് പല പരിചയങ്ങളും പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും നമുക്കൊരു ബിസിനസ്സിന് ഡയറക്ടറായിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു പാർട്ട്ണർഷിപ്പിൽ പറ്റത്തില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടത്തിലൊരു LLPക്കകത്തോ പ്രൊപ്പറേറ്ററി ബിസിനസ്സിനകത്തോ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ബ്രദറിൻ്റെ മകൾ തുടങ്ങുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥനും അത് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അറിയിക്കാൻ പറ്റും. ഈ കുട്ടിയെ സഹായിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഫാമിലി ബിസിനസ്സായിട്ട് വളരെ നമ്മൾ റിട്ടയർ ചെയ്ത് ചെല്ലുമ്പോൾ എപ്പോഴാണോ നമുക്ക് ഫണ്ടുള്ളപ്പോൾ അതവിടെ വളർന്ന് അവർ തന്നെ തെറ്റിപ്പോകാതിരിക്കാനായിട്ട്, നശിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ടൊക്കെ നിലനിന്ന് പോവുകയും ചെയ്യും. അപ്പം ആക്ച്വലി നിയമം കീറി മുറിച്ച് പരിശോധിക്കുമ്പം പക്ഷേ നമ്മൾ ഡയറക്ടറായിട്ട് പോകരുത്. നമുക്കൊരു ബിസിനസ് കൺട്രോൾ ചെയ്യാനും ഫാമിലി ബിസിനസ് ചെയ്യാനും ഡയറക്ടർ ആണോ നിയമമില്ലല്ലോ. അങ്കിൾ ഈസ് ആൻ അങ്കിൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റൈലൊക്കെ ആണെങ്കിൽ എവിടെ നിൽക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം, സേഫ്റ്റി ഉറപ്പ് വരുത്താം. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റൂല എന്നിങ്ങനെ പൊതുവെ ധരിച്ചു വെച്ചേക്കുക, തെറ്റാതെ. പിന്നെ എല്ലാവരും ഇപ്പോൾ കേരളത്തിലാണ്, കേരളത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നു, കേരളത്തിലെ ഒരു ഉപഭോക്താക്കളെ മാത്രമേ അവർ മനസ്സിൽ കാണുന്നുള്ളൂ. നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ ലോകം അത്തരത്തിലൊരു വിശാല മനസ്ഥിതിയിലേക്ക് വരണ്ടേ? ഞാനൊരു വേറെ കാര്യം പറയാം. ഞാനിപ്പം കാലിക്കട്ട് പോയിട്ട് വലിയൊരു പ്രോജക്റ്റ് തുടങ്ങി. അപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് പ്രോപ്പർട്ടിയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പ്രോപ്പർട്ടി വിറ്റിട്ട് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വളരെ അടുത്ത ശിഷ്യരായിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞു, കാലിക്കട്ട് നല്ല പ്രോജക്റ്റ് ആണോ എന്നാണ് ഇൻവെസ്റ്റ് ചെയ്തു. അയ്യോ, അത് കാലിക്കട്ടായി പോയില്ലേ സാറേ, അത് തിരുവനന്തപുരത്തായിരുന്നു ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എൻ്റെ വേറൊരു ശിഷ്യൻ ഇവിടുത്തെ പരിപാടി ഇട്ടിട്ട് അയാൾ ഓസ്ട്രേലിയയിൽ പോയി വലിയ ബിൽഡിംഗ് ബിസിനസ് നടത്തുക. നമ്മൾ എവിടെയാണോ അവസരമുള്ളത് അങ്ങോട്ട് പോകണം. അപ്പോൾ കാലിക്കട്ട് എന്നുള്ളതോ കൊച്ചി എന്നുള്ളതോ കണ്ണൂർ എന്നുള്ളതോ നമുക്ക് പ്രശ്നമല്ല. ദുബൈയിലാണെങ്കിൽ ദുബൈ, ബഹ്റിലാണെങ്കിൽ ബഹ്റിനിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചുറ്റുവട്ടത്ത് മാത്രമേ ബിസിനസ് ചെയ്യൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം എവിടെയാണോ ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവിടേക്ക് നമ്മൾ പോകണം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഒരു ഇത്തിരി നീക്കിയിരിപ്പ് അല്ലെങ്കിൽ നിക്ഷേപമുണ്ട്, അതൊരു ബിസിനസ്സിൽ പോയി, അത് നഷ്ടപ്പെട്ടു, അതോടുകൂടി ജീവിതം തീരുന്നു. ഇത്തരം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് പേരില്ലേ? ശരിക്കും പറഞ്ഞാലേ ഈ സൈക്കോളജിയുടെ ഒരു പാർട്ടാണ് ഈ വെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റഡി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ചോയ്സസ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എനിക്ക് ആയിരക്കണക്കിന് എൻ്റെ കയ്യിൽ ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ചോയ്സസ് എടുക്കുന്ന ആൾക്കാരാണ് വിജയിക്കുന്നത്. റോങ് ചോയ്സസ് എടുക്കുന്ന ആൾക്കാർക്ക് പരാജയം വരുമെന്ന്. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ദ ഡിസിഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ചോയ്സസ്, ചിലത് കൺസൾട്ട് ചെയ്യണം, പലരോട് ചോദിക്കണം, നെറ്റിൽ കയറി പഠിക്കണം, മാഗസിൻസും പത്രങ്ങളും വായിക്കണം. പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സൈക്കോളജിയാണ് പണമെന്ന് പറഞ്ഞു. ഇപ്പം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യം, നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ ചിലവിലുള്ള പൈസയൊക്കെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് തകർത്ത് താഴെ വരും, ഭയങ്കരമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകരും. ആ തകരുമ്പം 2000 രൂപ ഷെയറിന് വില ഉണ്ടായ ഷെയറിൻ്റെ വില ഈ പറഞ്ഞ 1000 രൂപ 900 രൂപയ്ക്ക് കിട്ടും. ആ സമയത്ത് ധൈര്യമായിട്ട് ഫണ്ടമെൻ്റലുള്ള ഷെയർ നമ്മൾ വാങ്ങിക്കണം, ധൈര്യമായിട്ട് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു 6 മാസമോ 3 മാസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പം ഇത് വീണ്ടും കയറി 1500 1800 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിലേ ലോങ് ടൈം ആയിട്ട് നമ്മൾ വെച്ചിട്ട് അതിന് വീണ്ടും നമ്മൾ ആ ബെഞ്ച് മാർക്ക് 2000 കടന്നു, അപ്പോൾ വിൽക്കുക. പിന്നീട് വേറെ വാങ്ങിക്കണമെന്നില്ല, എഗെയിൻ പാർക്ക് ബാക്ക്, തകരാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് നമ്മുടെ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 കോടി ഉണ്ടാക്കാം. ജസ്റ്റ് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയണം, അതിന് കൃത്യമായ ഒരു കൺസൾട്ടിങ് ആളെ വേണം, അതിന് ഒരു ബ്രോക്കറെ വേണം. അത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ കയറുമ്പോൾ പലതരത്തിലുള്ള പരിഭ്രമങ്ങൾ വരും. അല്ല, ഇറ്റ് വാസ് ദ പ്രോബ്ലം. അതായത് 90, 91, 92 ഞാൻ ഷെയർ ബിസിനസ് ചെയ്യുമ്പോൾ ഞാനത് നിർത്തിക്കളഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4 പത്രമെങ്കിലും ഒരു ദിവസം നോക്കണം, എല്ലാ വിവരങ്ങളും അറിയണം. ഇന്ന് അത് കഴിഞ്ഞ് അതുകൊണ്ട് നിർത്തി. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ ഗൂഗിൾ ഫിനാൻസിനകത്ത് നമുക്ക് കിട്ടും,
ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായിട്ട് ഇതിപ്പം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയർസ്. ടാറ്റയുടെ ഷെയർ എങ്ങനെ താഴുന്നത്, DLFൻ്റെ ഷെയർ എങ്ങനെയാണ്, ITC എങ്ങനെ താഴുന്നത്? ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ പേടി എങ്ങനെയാണ് മാറുന്നത്? അറിവ് ആർജിക്കുക. മറ്റുള്ളവരെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിനെ പഠിച്ച് മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണുമ്പോഴത്തേക്കും ഈസിയായിട്ട് ചെയ്യാൻ തുടങ്ങും. കേരളത്തിലെ വലിയൊരു മൂലധനം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ, എയ്ഡഡ് കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ഈ പെൻഷൻ പ്രായത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു തുക, അത് പലപ്പോഴും മുതൽക്കൂട്ടാവുന്നത് മുത്തൂറ്റ് പോലെയുള്ള ബാങ്കുകൾക്കാണ്. അല്ലെങ്കിൽ കുറേ ബാങ്കുകളിലേക്ക് ഇത് അവർ ഡിപ്പോസിറ്റായി മാത്രം ഇടുന്നു. ഇവർ ഈ ബാങ്കുകൾ കൊടുക്കുന്ന 7%, 6% മാത്രം വാങ്ങി വളരെ ദുർബലമായ ഒരു ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റൊന്നിനും അവർക്ക് ധൈര്യമില്ല. പണം വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ച് നഷ്ടപ്പെട്ടാൽ ജീവിതം പോകും എന്നൊരു ഭയം അവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് കഴിയുന്ന ആളുകളെ വാസ്തവത്തിൽ കൂടുതൽ ഉൽപ്പാദനകരമായ ഏതെങ്കിലും പ്രക്രിയയിലേക്ക് അവരുടെ ഈ പണം നിക്ഷേപിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അത്തരം എന്തെങ്കിലും പ്രോഗ്രാമുകൾ അവർക്ക് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അഗെയിൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന സൈക്കോളജിയാണ് സമ്പത്തെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഈ കേരളത്തിൽ നമ്മൾ ഈ FDയിൽ മാത്രം ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഞാൻ പറയുന്ന ഫിഗേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ കേരളത്തിൽ നിന്ന് FDയിൽ മാത്രം കിടക്കുന്ന 8 ലക്ഷം കോടിയാണ്. ഐ റിപ്പീറ്റ് ദ ഫിഗർ, 8 ലക്ഷം കോടി. തമിഴ്നാട്ടിൽ ഇല്ല, ആന്ധ്രയിലില്ല, വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. 8 ലക്ഷം കോടി ആണ് ബാങ്കുകളിൽ കിടക്കുന്ന പൈസ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ ബിസിനസ്സിന് പൈസ ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുക. ഈ പൈസയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബിസിനസ് ലോബിയുടെ കയ്യിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ഒരു തലമുറ സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ച് മറ്റുള്ളവർ ബിസിനസ് ചെയ്യുന്നു. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, പക്ഷേ ഇത് നമ്മളെ ആൾക്കാരെ കുറ്റം പറയണ്ട. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടാളത്തിലിരുന്ന് ചെറിയ കിട്ടുന്ന വരുമാനം കൊണ്ട് 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് 10-20 വർഷം കൊണ്ട് അപ്രിസിയേഷൻ ഇല്ലാതെ ഭയങ്കര 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് 4-5 കോടിയുടെ പ്രോപ്പർട്ടിയായി കിടക്കുന്നത് ആദ്യം പണ്ട് കാലത്ത് മേടിച്ചത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത്ര അപ്രിസിയേഷൻ സ്ഥലത്ത് കിട്ടാതെ വരുമ്പോൾ ആളുകൾ പരിഭ്രമിക്കുക. അതൊക്കെ വലിയ മാനദണ്ഡമാണ് ഈ പൈസ സൂക്ഷിക്കാൻ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലാറ്റ്, ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം ഇവിടെ ഒരു പുതിയ ഫ്ലാറ്റ് മേടിക്കുന്നവർക്ക് വേണ്ടത്ര അപ്രിസിയേഷൻ ഒന്നും കിട്ടത്തില്ല. ഇതിലെ GST, ഹിഡൻ കോസ്റ്റ്, മറ്റേ വൺ ടൈം കോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിന് വലിയ അപ്രിസിയേഷൻ ഇല്ല. കാരണം നല്ല വിലയ്ക്കാണ് ഈ ബിൽഡേഴ്സ് ഇത് വിൽക്കുന്നത്. അപ്പോൾ എവിടെ നിക്ഷേപിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പം. നല്ലൊരു മാർക്കറ്റിംഗ് ഏജൻറ്റ് മുന്നിൽ വരുമ്പോൾ ഈ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ഫ്ലാറ്റ് ഇരിക്കട്ടെ, വാടക കിട്ടുമല്ലോ. ഇവർ 1 കോടിയൊക്കെ മുടക്കി ആകെ വാടക കിട്ടുന്ന 18,000 രൂപ, വാടകക്കാരെ പോലും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇത്തരം ദുർബല ഇൻവെസ്റ്റ്മെൻറ്റുകളായി മാറുന്നു. ഞാൻ മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് ആയിരക്കണക്കിന് ചോയ്സസ് ഉണ്ട്. അതെ, അതിൽ ഈ ബെസ്റ്റ് ചോയ്സസ് എടുക്കുന്ന ആൾക്കാർ രക്ഷപ്പെടുന്നു. ഇപ്പോൾ പറഞ്ഞു ഈ ഫ്ലാറ്റുകൾ എടുത്തിട്ട് ചുമ്മാ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ, 10,000 കണക്കിന് ഫ്ലാറ്റുകൾ കേരളത്തിലുണ്ട്. പക്ഷേ വേറൊരു കാര്യമാണ്, ഞാനിപ്പോൾ തന്നെ കേരളത്തിൽ കാണിക്കാം. ഇവിടെ നമ്മൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1 CR ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് മാസം അത് ശരിയായിരിക്കും 1 ലക്ഷം രൂപ റിട്ടേൺസ് കിട്ടുന്ന പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്താൽ. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇൻകം ഏണിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. മനസ്സിലായി. മറ്റേത് ഫ്ലാറ്റിലിടുമ്പോഴത്തേക്ക് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്രിസിയേഷൻ ഇല്ല. പക്ഷേ ഇൻകം ഏണിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സെക്കൻഡ് പ്രോപ്പർട്ടി എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ ഇപ്പോൾ വളരെ താഴേക്ക് പോവുകയാണ്. പണ്ടൊക്കെ ഒരു വീടുള്ളവർ ഒരു ഫ്ലാറ്റ് മേടിച്ചെടുക്കുന്നു, അത് വാടകയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ ഒരു അബദ്ധമാണ്, മണ്ടത്തരമാണെന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നു. അല്ല, അതെന്ന് വെച്ചാൽ ഫ്ലാറ്റിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ആൾക്കാർ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഫ്ലാറ്റിൽ വാങ്ങിക്കുമ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻകാർ ഇത് മന്ത്ലി മാത്രമേ കൊടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതെ അതെ. അതേസമയം ഞാൻ ചോദിക്കട്ടെ, ഒരു ഫ്ലാറ്റ് ഇപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുക, അതിനകത്ത് 150 ഉണ്ടാക്കി, അതിനകത്തെല്ലാം 2 BHK 60 ലക്ഷം രൂപ ഡെയിലി റെന്റ് കൊടുക്കണം. ഡെയിലി 60 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് കൊടുത്തു. 60 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഒരു 5,000-6,000 രൂപയ്ക്ക് ഇഷ്ടംപോലെ 2 BHK വന്നെടുക്കാനായിട്ട് പിന്നെ Airbnb ഇട്ടാൽ മതി, ഇഷ്ടം പോലെ പോകും. പക്ഷെ അതൊക്കെ അതിന്റെ മെനക്കേട് ഓർത്ത് അതൊക്കെ ഏതെങ്കിലും ഏജൻസിയെ ഇല്ല, അത് ആ ബിൽഡർ തന്നെ ചെയ്താൽ മതി. ബിൽഡർക്ക് ചെറുത് മാറ്റം വരുത്തിയാൽ മതി. അതെ അതെ, പലരും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ആൾക്കാർ അറിയാത്തത് ശരിയായ ഒരു വിദ്യാഭ്യാസ അവബോധം ഇവർക്ക് ഇതിൽ വേണം എന്നാണ്. ദാറ്റ്സ് കോൾഡ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അതെ അതെ. ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസി ഉണ്ട്. നമുക്ക് IAS ഉണ്ട്, ഇല്ലെങ്കിൽ ഡോക്ടറാണ്. പക്ഷേ ഇത് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല, എന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 10 രൂപയുടെ ഒരു പത്രം വായിച്ചാൽ കിട്ടത്തില്ല. അതിൻ്റെതായ മാഗസിൻസ്, അതിൻ്റെതായ സൈറ്റ്. ഇപ്പം പിന്നെ ഗൂഗിൾ ഫിനാൻസ് ഉണ്ട്.
റെഗുലറായിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം പഴയതുപോലല്ല, ഇതിനെല്ലാം ഇപ്പോൾ യൂട്യൂബ്സ് ഉണ്ട്. നമുക്ക് ഈ മിനിമം കാര്യങ്ങൾ കിട്ടാനായിട്ട്. പക്ഷെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളും ഉണ്ട്. അല്ല, ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ, അല്ല ഓതന്റിക് ആയിട്ടുള്ളത് മാത്രം വെച്ചാൽ മതി. നമ്മൾ അത്ര അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ മാത്രം പറയുന്ന, അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതെ, നമ്മൾ അത് മാത്രം വെച്ചാൽ മതി, വേറെ എടുക്കണ്ട, ഈസി ആയിട്ട് ചെയ്യാമല്ലോ. യുവതലമുറയോട് അങ്ങേക്ക് എന്താണ് പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളിൽ ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? അല്ല, ഈ നമുക്ക് ബിസിനസ് ചെയ്യാൻ ടാലൻറ്റും താല്പര്യം, സാധാരണ രീതിയിൽ നമ്മൾ ഈ ബിസിനസ് ട്രെയിനിങ്ങിന് വരുവാണെങ്കിൽ ഞാനൊരു ടെസ്റ്റ് നടത്തും. അതിനകത്ത് ഈ ബിസിനസ് എഫിഷ്യൻസി കോഷ്യൻ്റ് ടെസ്റ്റ് നടത്തും. അതിനകത്ത് മാർക്ക് സാധാരണഗതി വരുന്ന 500-ന് താഴെയാണ്, 1000-ലാണ് 500-ന് താഴെയാണ് സ്കോർ വരുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ തന്നെ ബിസിനസ് ചെയ്യരുത്. ആ സമയത്ത് ഒരു 800 വരുവാണെങ്കിൽ അയാൾക്ക് ചിലപ്പം എഡ്യൂക്കേഷൻ വലിയ ഭയങ്കരമായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ പിന്നെ ചിലപ്പോൾ 800, 750, 900 വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേര് ബിസിനസ് തന്നെയാണ്, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ജ്യോത്സ്യന്മാരൊന്നും കാണണ്ട, അത് ലോകം മുഴുവനുള്ളൊരു വലിയ കളിപ്പീരല്ലേ. ജ്യോത്സ്യൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ മെട്രിക്സ് ഉണ്ട്, നമുക്ക് ചോക്ക് ചെയ്യാവുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ഏരിയസ് ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്, ഈ ചോദിക്കട്ടെ, ഒരു ചാനലാണെങ്കിലും ചെയ്യുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് പേരെ പ്രഭാഷണത്തിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ചാനലുണ്ടല്ലോ. ചിരിക്കാനൊന്നും കിട്ടൂല, പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ചിരിക്കാനുള്ള. ഇപ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, ഈ പാവപ്പെട്ടവർ എപ്പോൾ യൂട്യൂബിൽ കയറിയാലും ചിരിക്കാനുള്ള സാധനം നോക്കത്തുള്ളൂ, എൻ്റർടൈൻമെൻറ്റ്. ആ സമയത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ പോകുന്നവർ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റിയിട്ടുള്ള മേഖലകളും ആ ഇൻഫർമേഷനും തന്നെയായിരിക്കും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട് സൈക്കോളജിയാണ്. യുവാക്കളോട് അങ്ങേക്ക് അപ്പോൾ ധൈര്യമായി ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള ഉപദേശം തന്നെയാണ് കൊടുക്കാനുള്ളത്. ബിസിനസ് ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്, ഇപ്പോൾ നമുക്ക് ആഗോളതലത്തിൽ ഇത് പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് പഠിച്ച് തീർച്ചയായിട്ടും വളരാം. അപ്പോൾ അവിടെ നമുക്ക് ഈ റിസ്ക് മിറ്റിഗേഷൻ ഇല്ല, റിസ്ക് അവോയ്ഡൻസ് ഒരു 10-12 മെത്തേഡുകളുണ്ട്, ഒരു വിധത്തിലും റിസ്ക് വരാതെ ബിസിനസ് ചെയ്യാവുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച്, ഇതെല്ലാം അറിവാണ് എല്ലാത്തിൻ്റെ ആധാരം. അപ്പോൾ ഒരു റിസ്ക്കും ഇല്ലാത്ത രീതിയിൽ നമ്മൾ റിസ്ക് പ്രൂഫായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യണം. അല്ലാതെ നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടിയുടെ കാശോ മറ്റുള്ളവരുടെ സേവിങ്സോ എടുത്ത് കളയാനൊരു ഓപ്പർച്യൂണിറ്റി അല്ല ബിസിനസ്സിന്. ടാലൻറ്റിനെ തീർച്ചയായിട്ടും നമുക്കത് ഇത് തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.